സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്. അവിടെ ലോന ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലേത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കണ പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പീടിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോന്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഊമ്പിച്ചോളി. അപ്പൊ കുറച്ച് ദിവസം എന്ന് പറയണ്ട, 2-3 ദിവസമായി ഇവിടെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഒരു ഉഡായിപ്പ് തട്ടിപ്പ് കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെയാണ് ആ വീഡിയോ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആ വീഡിയോന് വ്യൂ ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ വക ഒരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ നാസറോ നിസാറോ പുള്ളീൻ്റെ വക ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഹൈദർ മധൂർ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് തൊട്ടേ ഈ വീഡിയോൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ആള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം അത്യാവശ്യം ഇങ്ങനെ കലങ്ങി മറയട്ടെ, കള്ളത്തരം തെളിയുന്നത് വരെ ഇതങ്ങ് മറയട്ടെ. കാരണം ഒരു കൂപ്പണ് 1000 രൂപ വെച്ച് 8000-ലധികം ആൾക്കാർ വാങ്ങി അത്രയും ആൾക്കാരെ പറ്റിച്ചൊരിടപാടാണ്. ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാലും നറുക്കെടുക്കുന്ന ആ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പ്ലാൻഡ് ഗെയിമാണ് അവിടെ നടന്നത്. വ്യക്തമായി മനസ്സിലാവും. ആ മനസ്സിലായ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന കുറച്ച് തെളിവുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ എക്സ്പ്ലനേഷനും എല്ലാം കൂടെ കുത്തി അരച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഹൈദർ മധൂർ എന്ന് പറയുന്ന ആള് വയനാട്ടിലെത്തി എന്നാണ് പറഞ്ഞത്, സുൽത്താൻ ബത്തേരി. എന്നിട്ട് ആള് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി കിട്ടിയ തെളിവ് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ആദ്യം കാണാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക, ഈ നറുക്കെടുപ്പൊക്കെ ഒരുക്കി കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്തുനിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്പൻക്ക് ദോസ്താണ്. ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. 13 അതൊന്ന് കേട്ടോക്കെ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? എന്റെ കണ്ണുകളിൽ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ പൊന്നുമോനെ സാപ്പി, നീ പറഞ്ഞല്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തല്ല. കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോ, വാട്സപ്പ് വഴി എടുത്തപ്പോ, വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിന്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അത് ഉണ്ടാവില്ല. കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്. എന്താ അറിയോ? നീ ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ, അമ്മായിന്റെ മോനൊന്നുമല്ലല്ലോ. അടിപൊളി, പൊളിച്ചിട്ടുണ്ട്. കാരണം പച്ചയ്ക്ക് അങ്ങ് അറുത്തു എന്ന് തന്നെ ഈ വീഡിയോനെ പറ്റി പറയണം. എന്ത് വ്യക്തമായിട്ടാണ് ആള് സംസാരിച്ചത്. ഇപ്പൊ നറുക്കെടുപ്പിന്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതിലെ മെയിൻ ആളാണ് നമ്മളുടെ നാസറും പിന്നെ കുഞ്ഞാൻ പാണ്ടിക്കാടും. ഇവരുടെ നറുക്കെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഷാഫിക്കാണ്. വയനാട് ചെതലയുമുള്ള ഷാഫി. ഞാനിവിടെ വയനാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഷാഫി. ഈ ഷാഫിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഷാഫിക്ക് കിട്ടിയതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഷാഫി ആരാണെന്ന് തെരഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ നാസർ എന്ന് പറയുന്ന ആളുടെ ഭാര്യൻ്റെ വീടാണ് വയനാട് ചെതലയത്ത്. ഈ ചെതലയത്ത് എന്ന് വെച്ചാൽ നാസറിൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് ഈ ഷാഫി എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഷാഫീൻ്റെ ആ ഒരു സംസാരവും, അവന് ഇത്രയും വലിയ വീട് നറുക്കെടുപ്പിൽ കിട്ടി നിൽക്കുന്ന ഒരുത്തൻ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് തിരക്കാണ്, ഞാൻ ഇന്നോ നാളെയോ വന്ന് കളക്ട് ചെയ്തോളാം
എന്ന് പറയുന്ന അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് വേറൊരു അഭിനയമാണ്. ഒരു 500 ഉറുപ്പ്യ ലോട്ടറി അടിച്ചാൽ ഓടും ആൾക്കാർ. അപ്പോഴാണ് ഇത്രയും വലിയ വീട് കിട്ടിയ സമയത്ത് ഇവനൊന്നും അറിയാണ്ട് നിൽക്കുന്നതെന്ന്. എന്തേത് അഭിനയമായിരുന്നു? ആ അഭിനയം കണ്ടിട്ട് തന്നെയാണ് നിന്നെ തെരഞ്ഞ് ഇത്രയും ആൾക്കാർ ഈ വയനാട്ടിലോട്ട് ലാൻഡ് ചെയ്തിട്ടില്ല. അത് ഷാഫി മനസ്സിലാക്കും. ആൻഡ് രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ആ വീഡിയോയിൽ തന്നെ ഞാനപ്പോൾ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്ത കാര്യമാണ് 13 ടിക്കറ്റ് ഇട്ടു എന്ന്. 13 ടിക്കറ്റിന് 13,000 രൂപ ഈ പർട്ടിക്കുലർ ആൾക്കാർക്ക് അയച്ച ഡേറ്റ് പ്രൂഫ് വിത്ത് ഗൂഗിൾ പേയിൽ കാണിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, ചിലപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരും എന്ന് പ്രമാണിച്ച് ചിലപ്പോൾ ഒരു 13,000 അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കള്ളത്തരം ചെയ്യുമ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടി പല ലൂപ്പുകളും ക്രിയേറ്റ് ചെയ്യും. പക്ഷെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. നിങ്ങളിനി 13,000ൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെതലേത്ത് ആണിവൻ്റെ വീട് എന്നും ഇവൻ്റെ ജോലിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവനും നാസറിൻ്റെ മകനും കൂട്ടുകാരനാണെന്നുള്ളത് ആ ഒരു കള്ളം മറയ്ക്കാൻ കുറച്ച് പാടാം. കൃത്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ. അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചെതലേത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്കയുടെ മകന്റെ ഉറ്റ സാപ്പി, നിനക്കെന്താ ജോലി? സ്റ്റോണോ? ഈ ചെതലേത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന്? ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ. നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി. നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ. എന്നാൽ വീഡിയോയിൽ തന്നെ ആള് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇന്റർലോക്കിന്റെ പണിയാണ് എനിക്ക് എന്നുള്ളത്. പക്ഷെ ഇപ്പം ഈ വീഡിയോയിൽ ഈ വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ പർട്ടിക്കുലർ ആൾക്ക് സ്വർണ്ണക്കടയിലാണ് പണിയെന്ന്. ഇതൊക്കെ ആർക്കെങ്കിലും നുണ പറയാൻ പറ്റുമോ? ആ സ്വർണ്ണക്കടയിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പണിയെടുത്തു എന്ന് പറയാൻ പറ്റില്ലേ? വേണേ ഇവന് ചിലപ്പോൾ പറയാം കേട്ടോ. കാരണം മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട് നാസറിൻ്റെ മോനാണ് കല്ലിൻ്റെ പണിയെന്ന്. എനിക്കതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഞാൻ വല്ലപ്പോഴും ആണ് അതിൽ പോവൽ. ഇതൊക്കെ നിങ്ങൾ പറയും. കള്ളത്തരം ചെയ്യുന്നവൻ്റെ വായിൽ കള്ളത്തരങ്ങൾ മാത്രമേ വരൂ. പക്ഷെ ഇത്രയും ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ ഇതൊക്കെ വാങ്ങിയല്ലോ എന്ന് എനിക്ക് ആലോചിക്കുന്നത്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്നല്ലോ എന്ന്. അതും ഇപ്പോൾ കുഞ്ഞാൻ പണ്ടിക്കാട് എന്ന് പറയുന്ന വ്ളോഗറിനെയോ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിച്ചിട്ടായിരിക്കും ജനങ്ങൾ പൈസ ഇടുന്നത്. ആ വിശ്വാസത്തെയല്ലേ നിങ്ങളൊക്കെ കൊണ്ടുപോയി കളയുന്നത്? ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഏത് കള്ളത്തരം ചെയ്താലും പിടിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ? അല്ലേ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ വ്ളോഗും കണ്ടൻറ്റുമായി നടന്നാൽ മതി. ഇത് ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബേഴ്സിൽ തന്നെ ഏറ്റവും ഹൈ ഫെയിമിൽ നിന്ന് ഡയമണ്ട് ബട്ടൺ വരെ കിട്ടിയിട്ടുള്ള ആൾക്കാർ വരെ ഈ ഒരു സാധനത്തിൽ പങ്കെടുത്തു. നിങ്ങൾ ചെയ്ത കള്ളത്തരാണെങ്കിൽ, ഇത്രയും പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യം ഇവിടെ വന്ന് വിളിച്ച് പറയും എന്നൊരു വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ ഫൈനലി ഷാഫീൻ്റെ അടുത്ത് നമ്മുടെ നിസാറും എത്തിയൊരു വീഡിയോ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഒന്നും ഉണ്ടാവില്ല, പുതിയ ഡ്രാമയാണ്, എന്നാലും ഇരുന്ന് കാണണം. ഡ്രാമകൾ നമ്മൾ കാണണ്ടേ? ഞായറാഴ്ച 6 മണിക്ക് നെറുക്കെടുപ്പുണ്ടായി എൻ്റെ ഈ വീട്ടിൻ്റെ. ഏകദേശം ലോകം മൊത്തം അറിഞ്ഞിരിക്കും. ആ നെറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് വന്നതാണ് വയനാട് മുഹമ്മദ് സാഫി. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവര്. കാരണം അത് കുഞ്ഞാന് ഇവരെ കാണണോ, ഇത് ഒരു വീഡിയോ ആക്കണോ എന്ന ഉദ്ദേശം വെച്ചിട്ട് കുഞ്ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന പോക്കിൽ എന്നെ വിളിച്ച് ഞാനും പോയി. അപ്പൊ അവര് ബാംഗ്ലൂരിൽ നിന്ന് ലോഡും കൊണ്ട് വണ്ടി വന്ന് എത്തിയപാടാണ് ഏതോ റോട്ടിൽ ഈ വണ്ടി സാധനം വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഭയങ്കര മഴയും കാറ്റും മഴ ഉണ്ടായി. അവിടുന്ന് വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ വിട്ടിരുന്നു. പക്ഷെ എനിക്ക് ഓരോ വ്യക്തിയോടും പറയാനുള്ളത്, ഇത് ഒരു തട്ടിപ്പ് നമ്മളെ കയ്യിൽ നടന്നിട്ടില്ല. കാരണം തട്ടിപ്പ് ഇത് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യൂല. ചില യൂട്യൂബർമാർ ഇതിനെ നമ്മളെ ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഇവർക്ക് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ പല രീതിയിലും നമ്മളെ ഒരു മോശമായ രീതിയിൽ നമ്മളെ പെരുമാറുന്നുണ്ട്. അപ്പോൾ നമ്മള് യൂട്യൂബേഴ്സിന്റെ തലയിലായോ? അതെ, ഈ പരിപാടി ചെയ്തത് ആരാ? നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റ് യൂട്യൂബിൽ ഇറക്കിയ സമയത്ത് ഈ സോ കോൾഡ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ഞാനും ഇതിൽ വരും, ഞാനും റിയാക്ട് ചെയ്ത ആളാ,
ഞങ്ങളൊക്കെ കൂടി കയറി വന്നിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടോ? ഇല്ല. ഈ വീഡിയോൻ്റെ താഴെ അത്യാവശ്യം കമൻറ്റും തെറിവിളിയും പൊങ്കാലയും ഒക്കെ കേട്ട സമയത്താണ് ഈ യൂട്യൂബേഴ്സ് ഇത് അറിയുന്നതും ഇതെടുക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും. ഞങ്ങൾ പറയുന്ന തെറ്റാണെങ്കിൽ അത് ശരിയാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യും. വൈ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എൻ്റെ സംശയങ്ങളെ ഞാൻ ചോദിച്ചു. നിങ്ങൾ നടത്തുന്ന പരിപാടിക്ക് നിങ്ങളാണോ കൂപ്പൺ എടുക്കുക? എന്തുകൊണ്ട് പുറമേ ഉള്ള ഒരാളെ കൊണ്ട് എടുത്തുകൂടാ? എല്ലാ കൂപ്പണും ഇടുന്ന സമയത്ത് ലൈവായിട്ട് എന്തുകൊണ്ട് ആൾക്കാരെ കാണിച്ചില്ല? ഒരു കൂപ്പൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വാരി ഇതിൽ നിന്ന് തിരയേണ്ട ആവശ്യം എന്തായിരുന്നു? ഇപ്പം വന്നിരിക്കുന്ന മൂന്ന് അലിഗേഷൻസ്. ഒന്ന്, നിങ്ങളുടെ ഭാര്യ വീട് ചെതലയല്ല, തെളിയിക്ക്. രണ്ടാമത്തത്, നിങ്ങളുടെ ഈ ഷാഫി എന്ന് പറയുന്ന ആള് ഗോൾഡ് കടയിലാണ് നിൽക്കുന്നത്, അല്ല കൺസ്ട്രക്ഷൻ ആണെന്നുള്ളത് തെളിയിക്ക്. ഇതൊന്നും നിങ്ങൾ തെളിയിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് പറഞ്ഞ് യൂട്യൂബേഴ്സിനെയാണോ പറയുന്നത്? ഈ യൂട്യൂബേഴ്സിന് നിങ്ങളുടെ വിഷയങ്ങൾ ഇട്ടാൽ മാത്രമല്ല വ്യൂ കിട്ടുക. അത് നിങ്ങളോട് ആരാ പറയുന്നത്? ഈ വിഷയം ഇട്ടാൽ മാത്രമാണ് വ്യൂ കിട്ടുന്നതെന്ന്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഏത് വീഡിയോ നല്ല വൃത്തിയിൽ പ്രസൻറ്റ് ചെയ്യുന്നോ അതിന് അവർക്ക് വ്യൂ ഉണ്ട്. അല്ലാണ്ട് നിങ്ങളുടെ വീഡിയോന് മാത്രം വ്യൂ എന്ന് നിങ്ങൾ കരുതണ്ട. അതൊരു തെറ്റായ ധാരണയാണ്. അപ്പം പാവപ്പെട്ട നിങ്ങളെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ റിയാക്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ 2 വീഡിയോൻ്റെയും താഴെ വന്ന് കമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഈ വീഡിയോനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള പെർസ്പെക്റ്റീവ് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെറുതെ ഈ അടങ്ങി ഉദ്ധരിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ എന്തിനാ നാസർക്ക നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇതിൻ്റെ സത്യം അങ്ങ് തെളിയിച്ചവിടെ എന്നാൽ പ്രശ്നം അങ്ങ് തീർന്നില്ലേ? നമ്മൾ തന്നെ വന്ന് പറയും, അയ്യോ നമ്മൾ തോന്നിയതിന് അവർ ഇന്ന എക്സ്പ്ലനേഷൻ തന്നു, ശരിയാണ്. ഇത് വീണടം വിഷ്ണുലോകാക്കി നമ്മളെ വെറുതെ കുറ്റം പറയില്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് ചെറിയ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത്. വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത്. അപ്പൊ ഈ വയനാടിലെ ഷാഫിയും നാസർ ഖാന്റെ മകനും തമ്മിൽ പിന്നെ കണക്ഷൻസ് ഉണ്ട്, സുഹൃത്തുക്കളാണ്. അതേപോലെ നാസർ ഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട്. അപ്പൊ ഞാൻ നാസർ ഖാക്ക് എന്ന് വിളിച്ചു. നാസർ ഖാക്ക് വിളിച്ചാണ്ട് നാസർ ഖാനെ വിളിച്ചു, അല്ല നാസർ ഖാ നിങ്ങളെ ശരിക്കും നിങ്ങളെ പെണ്ണുങ്ങളെ പേര് എവിടെയാണ് വെച്ചു. ഇതൊന്നും വെച്ച് ചോദിച്ചേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളോട് പറയുന്നതെന്താ പറയുക, ഒരുപാട് വീഡിയോ വരികയുള്ളൂ. അപ്പൊ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ ഇതിൽ എടുത്തിടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പൊ നാസർ ഖാ എന്നോട് പറഞ്ഞത്, എടാ എന്റെ ഭാര്യ വീട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഭാര്യ വീട്. അപ്പൊ മക്കൾ എത്രയാണെന്നില്ല വെച്ചാല്, കാരണം ഞാൻ ആ പെരയിൽ നിന്നുകൊണ്ട് 3 മക്കളാണ്, മക്കളാണുള്ളത്. 2 ടിപ്പർ ലോറിയിലാണ് പോണത്. അതേപോലെ 1 ബാംഗ്ലൂർ യൂബർ ഓടിക്കാണ്. കാരണം ഞാൻ ആ മക്കളെ ഞാൻ 2 ദിവസം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണത് എന്താ അറിയോ, കാരണം ഇങ്ങക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തലയിൽ കയറൂല. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ കള്ളനാണ്, ആ ഒരു പേരിലാണ് നിൽക്കുന്നത്. ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചൂല. എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട്. ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ, ഏത് വ്ളോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ. കാരണം ഈ സാഫിന്റെ പെരി പോയി തന്നെ. അല്ല, ഞായറാഴ്ച ദിവസം എങ്ങാനും ആണെങ്കിൽ ഞാൻ പോയേനെ. എനിക്കിപ്പോൾ നാളെ ലീവ് കിട്ടൂല, കാരണം എൻ്റെ OP ദിവസമാണ്. എന്തായാലും നിങ്ങൾ പോകൂ, നിങ്ങൾ വീഡിയോ ഇടൂ, നിങ്ങളുടെ വീഡിയോയിൽ കൂടെ സത്യം തെളിയിച്ചാൽ മതി. ഇപ്പം നമ്മൾ വ്ളോഗേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ വരണം എന്നൊന്നുമില്ല. നിങ്ങൾ 100% പെർഫെക്റ്റ് ആണ്, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണൂർ എങ്ങാനാണ് അവരുടെ ഭാര്യ വീടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി തെളിച്ചുകൂടെ? ഇതിനിപ്പോൾ എന്താ എത്ര പാടില്ലേ? ഇവിടെ വന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്ന നമ്മുടെ ആൾക്കാരൊക്കെ മാറ്റി പറഞ്ഞോളൂ. നിങ്ങൾ വന്ന് തെളിയിച്ചുകൂടും, എത്ര വലിയ പാടൊന്നുമില്ല. ഇവരൊന്നും വെറുതെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണൂരാണെങ്കിൽ ചെതലയത്ത് ഏത് ഭാര്യയുള്ളതെന്നുള്ളതും എനിക്കറിയില്ല. ഇതിപ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതണ്ട മറ്റേ ആൾ മാത്രമാണ് പറഞ്ഞത്. വേറൊരാളും ഇതുപോലെ വീഡിയോയിൽ റിയാക്ട് ചെയ്തിട്ട് ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 2 പേരും ഇങ്ങനെ പറയുക എനിക്കറിയില്ല. എന്തായാലും സമയമുണ്ട്, എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നിലത്ത് അതൊക്കെ. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന്, പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലയത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ?
ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കണ പണിയാ? അല്ല, ഓന് ഒരു സ്വർണ്ണപ്പീടിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോന്. അതൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഊമ്പിച്ചോളി. വളരെ വ്യക്തമായി ചേട്ടൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണുകയാണ് കുഞ്ഞാനോ അല്ലെങ്കിൽ നാസറോ അല്ലെങ്കിൽ നാസറിന്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോ കാണുന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് 100% കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ 2 കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ പ്രൂവ് ചെയ്യുക, ഭാര്യ വീട് കണ്ണൂരാണ്. അല്ലെങ്കിൽ വെറുതെ നുണയാണ് ഇവർ പറഞ്ഞതെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കും. ഇല്ലാത്ത ഭാര്യയുടെ ചെതലയത്ത് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം എന്താണെന്നറിയോ? കോടതി മുഖാന്തരം പോയി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കാണാമല്ലോ ആരെ ഭാഗത്ത് ശരിയെന്ന്. ഇത്രയും വർത്താനവും വിഷയവുമായ സ്ഥിതിക്ക് ഈ വിഷയം അങ്ങനെയൊന്നും ഒതുങ്ങി പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചർച്ചാവേളി ഈ വിഷയത്തിൽ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. സോ ഇനിയെങ്കിലും ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തുക. നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബേഴ്സ് ഇതൊക്കെ ഒരു കണ്ടൻ്റാക്കി എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ചേട്ടന്മാരോട് ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ഇട്ട് തരല്ലേ, തിരുമ്പളാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് വിശ്വസിക്കുന്ന, നിങ്ങളൊക്കെ വിശ്വസിച്ച ഫോളോവേഴ്സിനടുത്താണ് നിങ്ങളിതൊക്കെ ചെയ്തത്. അപ്പം അല്ലേനല്ല. സോ താങ്ക് യു ഗൈസ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. അപ്പം